കമൽ സാറിൻ്റെ ഒരു തിരിച്ചുവരവെന്ന് പറയുന്നത് അപാരമായൊരു തിരിച്ചുവരവ്. പിന്നെ അഭിനയിച്ചേക്കുന്ന ഷൈൻ ടോം ചാക്കോ ഒരു രക്ഷയില്ല. പിള്ളേരും പെൺപിള്ളേരായിട്ട് അഭിനയിച്ചേക്കുന്ന ഒരു രക്ഷയില്ലാത്ത അഭിനയം. നമ്മളൊരു ജെൻഡർ ബേസ് അല്ലാതെ എല്ലാവർക്കും പറ്റിയൊരു മൂവി. ഇത്രയും സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും ഈ സിനിമ വൈറലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു. നല്ല കാഴ്ചകൾ, നല്ല നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ നായകൻ, പിന്നെ നായിക ഒക്കെ നല്ലതാണ്. പുതിയ തലമുറക്ക് ചിന്തിപ്പിക്കുന്ന സിനിമയും അവർ ഇഷ്ടപ്പെടും. സൂപ്പർ പടം. ഷൈൻ അടിപൊളി, എല്ലാം നല്ല അടിപൊളിയായി അഭിനയിച്ചു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പാഠമാണ് എല്ലാവർക്കും, ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ ഒരു പാഠമാണിത്. നല്ലൊരു പടമായിട്ട് ഫാമിലി നല്ല മൂവിയാണ്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. പിന്നെ എല്ലാവരെയും പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഓരോരോ ഭാഗം അടിപൊളിയായിട്ട് ചെയ്തു. അപ്പം ഒരു വൺ ടൈം വാച്ചിന് സൂപ്പർ മൂവിയാണ്. പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. പറയേണ്ട സബ്ജക്റ്റ് തന്നെയാണെന്നാണ് ഹൈലൈറ്റ് ആവും. ഇറ്റ്സ് എ കമൽ സാർ മൂവി. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവസ്ഥ എന്താണെന്നാ, ഒന്നുകിൽ ഒരവസ്ഥ അങ്ങനത്തെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇനി ഭാര്യമാർ രണ്ടിടി കൊടുക്കും. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർ കൺസേൺ ആവും. ഇങ്ങനത്തെ ഫീലിങ്സ് ഇവർക്ക് ഉണ്ട് എന്നുള്ള ഒരു കൺസേൺ വരും. ലേഹ്യോ? ഇങ്ങനെ ലേഹ്യം കണ്ടിട്ട് കമ്പനീനെ ഒന്ന് കാണണം. ഇല്ല, അല്ല, കുടുംബം കലക്കാൻ പാടില്ലല്ലോ. ഇപ്പം അങ്ങനെ തന്നെ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരത് ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് റിയലൈസ് ചെയ്യണ്ടേ. അപ്പം അതൊരിക്കലും കുടുംബം കലക്കുന്ന പോലെയല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ അത് പറയേണ്ട കാര്യമാണെന്നുള്ളൊരു അവയർനെസ് ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഇനിയിപ്പോൾ പുരുഷന്മാരാണ് അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അതിന് മുന്നോട്ട് വരണം എന്നുള്ളതാണ്. ഷൈൻ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കോമഡി ഉണ്ട്. കോമഡി ഒന്നുമില്ല, വളരെ സീരിയസ് ആണ്. അത് പറയുമ്പോൾ ചില എലമെൻ്റ് കോമഡി ആയിട്ട് വരുന്നത് മാത്രമേ ഉള്ളൂ. വളരെ നല്ല സിനിമയാണ്. നന്നായിരിക്കും. വേറെ ഒന്നും പറയാം, നമ്മളിവിടെ അഭിനയിച്ച പടം വേണ്ട കൂടുതൽ പറഞ്ഞാലേ അങ്ങനെയല്ല. ഞാൻ പറച്ചിൽ കൂടുതലാണെന്ന് പറയാം. അതുകൊണ്ട് പറച്ചിൽ കുറച്ചാ പണിയെടുക്കാൻ തീരുമാനിച്ചു. പ്രധാനമായിട്ടും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു സിനിമയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മളറിയാത്ത കുറേയധികം സ്ത്രീകൾ ഇത്തരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുറത്ത് പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു പ്രതികരണം അതെല്ലാം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടിറങ്ങിയ ഭാര്യ ഭർത്താക്കന്മാരുടെ അവസ്ഥ ഉണ്ടാവും. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഭാര്യമാരാണെങ്കിൽ കുറച്ച് സന്തോഷം ഉണ്ടാവും അത് കാണുമ്പോൾ. കാരണം ഇങ്ങനെയെങ്കിലും ഇത് വെളിയിൽ വരുമല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടാവും. നല്ല മൂവിയാണ്. അതിൽ ഗായത്രി എന്ന് പറഞ്ഞൊരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട്. മൂവി അത്യാവശ്യം നന്നായിട്ടുണ്ട്. നല്ല സോഷ്യൽ മെസ്സേജൊക്കെ ഉള്ള നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണാം. താങ്ക് യു.